വിട്ട മാനിക്കേണ്ടതുപോലെ മാനിച്ചില്ലെങ്കിൽ ഒറ്റ പ്രാർത്ഥന, കർത്താവെ സന്ദർശിക്കണേ. അത് ഏതാത്മാവാ? ക്രൈസ്തലോ ആമേ സ്തോത്രം. കർത്താവ് പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. ആമേ സ്തോത്രം. നിനക്ക് വിരോധമായി നിൽക്കുന്നവരെ സ്നേഹിപ്പാൻ. എന്നെ പരിചയപ്പെടുത്തിയ ദൈവദാസൻ പറഞ്ഞൊരു വേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഡിനോമിനേഷൻ സ്പിരിറ്റ് ഇല്ല, വിഭാഗീയതയുടെ ഭാവമില്ല. നാം ക്രിസ്തു വിരോധ സന്തോഷത്തോടെ നാം ചെല്ലുന്നത് രീതിയായി പറയുന്നത് അവരുടെ മുഖത്ത് നോക്കിയ ഞാൻ ആരാധിക്കുന്നത്, അവരുടെ മുഖത്ത് നോക്കി ആരാധിക്കുന്നത്. അവിടെ ഒരു ചട്ടി കെട്ടി വേർതിരിച്ചിട്ടില്ല കേട്ടോ. അവിടെ അവന് സ്വന്തം ഒരു വിഭാഗീയതയില്ല. ഇന്ന് മകൻ സന്തോഷത്തോട് ഈ അവൻ സൗദി റീജിയനിൽ അവൻ ദൈവത്തിന് സ്വന്തം ഈ റിയാദ് റീജിയനിൽ ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലെ അവൻ സ്വന്തം ആത്മാർത്ഥമായി ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഈ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നെങ്കിൽ അതുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിഷ്ടമില്ലാത്തവരെ സന്ദർശിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുക കേട്ടോ. നിന്നെ പഠിക്കുന്നവരെ, നിന്നെ ദൂഷിക്കുന്നവരെ, നിനക്കെതിരെ നിൽക്കുന്നവരെ, നിന്ദിക്കുന്നവരെ, അപമാനിക്കുന്നവരെ നോക്കി അനുഗ്രഹിക്കുക. അപമാനത്തിന് വിധേയനായവർ എന്നെ നിരന്തരം ദൂഷിക്കുന്ന ചിലരുണ്ട്. അതിനൊരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ദീർഘായുസിരിക്കാൻ ഞാൻ പാടില്ല. അച്ഛൻ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. പുള്ളിയാണ് പറഞ്ഞത്. എന്താ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വരുന്ന നന്മയെല്ലാം കണ്ട് ദുഃഖിക്കാനുള്ളൊരു ആരോഗ്യം അച്ഛനില്ല. എടാ, നമ്മുടെ ശത്രു നശിച്ചു പോയാൽ നമുക്ക് വരുന്ന നന്മ ആരാ കാണുന്നേ? അത് ഏത് വകുപ്പാകട്ടെ അവരെ അനുഗ്രഹിപ്പാനാണ് നമുക്ക് അവകാശം. നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം, നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ ശപിക്കണം. യോഹന്നാൻ എന്നു മുതൽ ആ സ്നേഹത്തിന്റെ അപ്പോസ്തലനായത് ഒന്ന് ചിന്തിച്ചേ. കർത്താവ് പഠിപ്പിച്ച ചില പാഠമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കല്ലെറിയുന്നവരുടെ മുൻപിലും സ്നേഹത്തോടെ നിന്ന, പരിഹസിക്കുന്നവരുടെ മുമ്പിലും സ്നേഹത്തോടെ നിന്ന, നിന്ദിക്കുന്നവരുടെ മുൻപിലും സ്നേഹത്തോടെ നിന്ന, അപമാനിക്കുന്നവരുടെ മുൻപിലും സ്നേഹത്തോടെ നിന്ന യേശുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഈ വിശുദ്ധ സഭായോഗത്തിൽ അവൻ പുതിയൊരു മനസ്സോടെ ആത്മാവിൽ സന്തോഷിപ്പാൻ, തമ്മിൽ ബഹുമാനിപ്പാൻ, കർത്താവിന്റെ ആത്മാവിൽ ശക്തിയോടെ ദൈവത്തിന്റെ കൃപയനുഭവിച്ച് തമ്മിൽ സ്ഥാപിക്കുന്ന ബഹുമാനം കൊടുക്കുക. ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുശേഷം നമ്മൾ യാത്ര തുടരുക. അപ്പൊ യോഹന്നാന്റെ തുടക്കം എവിടെയാ? ഞാനിപ്പോ പറഞ്ഞു, നിങ്ങൾ എന്നോട് ദേഷ്യമൊന്നും പടല്ലേ. ഗലീല കടലിന്റെ ഇങ്ങനെ നടന്ന് കർത്താവുമായിട്ട് ചേർന്ന് ഉയർന്നൊരു മലയിൽ ചെന്നു കേട്ടോ. അപ്പൊ കർത്താവിനോട് കൂടെ നടക്കുന്നവൻ ഗലീല കടലിൽ നിന്ന് ചാവുകടലിലേക്കല്ല വീഴുന്നത്. അവൻ നടന്ന് ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. കർത്താവിനോട് ചേർന്ന് നടക്കുക. ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ആ മർമ്മം മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ നടക്കുന്നത് കർത്താവിനോട് കൂടെയാണെങ്കിൽ ആ പാതയത്ര സുഖകരമല്ലെങ്കിൽ അവൻ നീ കടന്നു പോകുന്നത് താഴ്ചയിലേക്കല്ല. അവൻ നിന്നെ കരം